എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമോർഫിസം ആണ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോളിമോർഫിസം, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള 3 കോൺസെപ്റ്റുകളാണ്. ഒന്ന് ഇൻഹെറിറ്റൻസ്, പിന്നെ എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം. അപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമോർഫിസമാണ്. ഇനി നമുക്ക് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമുക്ക് പോളിമോർഫിസം എന്താണെന്ന് നോക്കാം. ഈ പോളിമോർഫിസം എന്നുള്ള വേർഡ് ആക്ച്വലി വന്നിട്ടുള്ളത് ഗ്രീക്കിൽ നിന്നാണ്. അതൊരു ഗ്രീക്ക് വേർഡാണ്. പോളി പ്ലസ് മോർഫ്സ്, അതായത് മെനി ഫോംസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു സെയിം മെത്തേഡിന് തന്നെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെയിം മെത്തേഡിന് തന്നെ പല ഫോംസിൽ ആക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കഴിയുന്നത്, എങ്ങനെയാണ് അതൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് 2 ടൈപ്പിലുള്ള പോളിമോർഫിസം ഉണ്ട്. ഒന്ന് കമ്പൈൽ ടൈം പോളിമോർഫിസമാണ്, പിന്നെ ഒന്ന് റൺ ടൈം പോളിമോർഫിസമാണ്. കമ്പൈൽ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നത് മെത്തേഡ് ഓവർലോഡിങ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിലൂടെയാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റിക് ബൈൻഡിങ് അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ്. അപ്പോൾ എങ്ങനെയാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നത്? മെത്തേഡ് ഓവർലോഡിങ്ങിലൂടെ. മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്ന് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ സെയിം മെത്തേഡ് യൂസ് ചെയ്യുകയാണ്, സെയിം നെയിമിലുള്ള മെത്തേഡ്, പക്ഷേ അതിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒന്ന് ഇൻ്റ് ആണെങ്കിൽ മറ്റേ കെയർ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുക. ഇങ്ങനെ മെത്തേഡ് ഓവർലോഡിങ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ കഴിയും. അതായത് പോളിമോർഫിസത്തിൻ്റെ മീനിങ് മനസ്സിലായല്ലോ, മെനി ഫോംസ്. അപ്പോൾ ഈ മെത്തേഡ് ഓവർലോഡിങ്ങിലൂടെ അത് പോസിബിളാണ്. പിന്നെയുള്ള പോളിമോർഫിസമാണ് റൺ ടൈം പോളിമോർഫിസം. ഇത് അച്ചീവ് ചെയ്യുന്നത് മെത്തേഡ് ഓവർ റൈഡിങ്ങിലൂടെയാണ്. ഇതിനെ നമ്മൾ ഡൈനാമിക് ബൈൻഡിങ് അല്ലെങ്കിൽ ലേറ്റ് ബൈൻഡിങ് എന്നൊക്കെ പറയും. ഈ മെത്തേഡ് ഓവർ റൈഡിങ്ങും നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഇപ്പോൾ നമ്മളുടെ പാരൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് ഉണ്ട്, നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് ഉണ്ട്. ഈ 2 ക്ലാസ്സും എടുത്തു കഴിഞ്ഞാൽ പാരൻറ്റ് ക്ലാസ്സിലും ഈ പറയപ്പെടുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിലും നമ്മൾ സെയിം മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മെത്തേഡുകൾ തമ്മിൽ ഓവർ റൈഡ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇതും പോളിമോർഫിസം അച്ചീവ് ചെയ്യാനുള്ള ഒരു ടൈപ്പ് മെത്തേഡാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്കിങ്ങനെ പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറഞ്ഞു? എന്താണ് പോളിമോർഫിസം? നമുക്ക് ആദ്യം ഇതൊരു ഗ്രീക്ക് വേർഡാണ്. പോളിമോർഫ്സ്, അതായത് മെനി ഫോംസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മളുടെ പ്രോഗ്രാമിങ്ങിനകത്ത് സെയിം മെത്തേഡ് തന്നെ പല ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനാണ് നമ്മൾ പോളിമോർഫിസം യൂസ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ അച്ചീവ് ചെയ്യാൻ കഴിയും പറഞ്ഞു. കമ്പൈൽ ടൈം പോളിമോർഫിസം നമ്മൾ പറഞ്ഞു, റൺ ടൈം പോളിമോർഫിസവും പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കോഡ് റീയൂസബിലിറ്റിയാണ്. പോളിമോർഫിസത്തിലൂടെ നമുക്ക് കോഡിനെ, മെത്തേഡിനെ, എക്സിസ്റ്റിംഗ് ക്ലാസ്സിൻ്റെ മെത്തേഡ്സിനെ, അതേപോലെ തന്നെ ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയും. പുതിയ ക്ലാസ്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ മെത്തേഡ്സിനെയൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. പിന്നുള്ളത് എക്സ്റ്റെൻസിബിലിറ്റിയാണ്. പോളിമോർഫിസം നമുക്ക് ബേസ് സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യാതെ പുതിയ പുതിയ സിസ്റ്റംസ് ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒബ്ജക്ട്സ് ടൈപ്സിനെയൊക്കെ യൂസ് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുന്നുണ്ട്. അതിനാണ് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുക. പിന്നെ റീഡബിലിറ്റി, മെയിൻറ്റനബിലിറ്റി. പോളിമോർഫിസത്തിലൂടെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും ഒബ്ജക്ട്സിനെ. അതുപോലെ തന്നെ അതിൻ്റെ ബിഹേവിയേഴ്സിനെയൊക്കെ കോൺസിസ്റ്റൻ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ കഴിയും. മെയിൻറ്റെയിനബിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ സ്കേലബിലിറ്റിയാണ്. ഓൾഡ് കോഡിനെ റീയൂസ്ഡ് ആയിട്ടുള്ള പുതിയ കോഡാക്കി മാറ്റാൻ കഴിയും. മാത്രമല്ല അതിലൂടെ നമുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ടൈമും സ്പീഡൊക്കെ മാക്സിമത്തിലെത്തിക്കാൻ കഴിയും. ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ സ്പീഡ് മാക്സിമത്തിലെത്തിക്കാനും കഴിയും. പിന്നെ സിംപ്ലിഫൈഡ് ഡീബഗിങ് ആണ്. പോളിമോർഫിസത്തിനകത്ത് നമുക്ക് എക്സിക്യൂഷനും കോഡ് ഡീബഗിങ്ങും ഒക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമ്പോൾ വളരെ ലാർജ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ അവിടെ നമ്മൾ ഈ മെത്തേഡ് ഓവർലോഡിങ്ങും മെത്തേഡ് ഓവർ റൈഡിങ്ങും ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ പോളിമോർഫിസത്തിലെത്താൻ കഴിയുകയും കോഡിങ്ങൊക്കെ ഡീബഗിങ്ങൊക്കെ ഈസിയായി മാറുകയും ചെയ്യും.
പിന്നെ പോളിമോർഫിസത്തിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോം സിംഗിൾ ആക്ഷൻ ഇൻ മൾട്ടിപ്പിൾ വേസ്. ഒരു സിംഗിൾ മെത്തേഡിനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ആക്ഷനെ മൾട്ടിപ്പിൾ വേസിൽ പെർഫോം ചെയ്യിക്കാൻ കഴിയും. പിന്നെ സിംഗിൾ ഒബ്ജക്റ്റിനെ മൾട്ടിപ്പിൾ ഫോമിൽ അല്ലെങ്കിൽ സിംഗിൾ വേരിയബിളിനെ സിംഗിൾ മെത്തേഡിനെയൊക്കെ മൾട്ടിപ്പിൾ ഫോമിൽ ഡിഫൈൻ ചെയ്യാൻ കഴിയും. പിന്നെ സെയിം മെത്തേഡിനെയും സെയിം ഫംഗ്ഷനെയൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസിലായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പോളിമോർഫിസം കൊണ്ടുവരാൻ കഴിയും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയാനുള്ളത്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് ആനിമൽ. ഇവിടെ ഒരു ക്ലാസ്സിൻ്റെ പേര് ആനിമലാണ്. ഇവിടെ നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മെത്തേഡിന് നമ്മൾ വിർച്വൽ വോയിഡ് ഈറ്റ് എന്ന് കൊടുത്തു. അതിനകത്ത് റൈറ്റ് ലൈൻ ഈറ്റിംഗ് എന്ന് കൊടുത്തു. പിന്നെ അടുത്ത ക്ലാസ്സാണ് നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ് ഡോഗ് ആനിമൽ. ഇതിനകത്ത് ഓവർ റൈഡിങ് എന്നുള്ള കീവേഡ് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തുള്ള മെത്തേഡിനകത്ത് പബ്ലിക് ഓവർ റൈഡ് വോയിഡ് ഈറ്റ്. അങ്ങനെ ഈറ്റ് എന്ന മെത്തേഡിൽ എന്താണ് ഈറ്റിംഗ് ബ്രെഡ്. പിന്നെ പബ്ലിക് ക്ലാസ് ടെസ്റ്റ് പോളിമോർഫിസം. അടുത്ത ക്ലാസ്സാണ് ടെസ്റ്റ് പോളിമോർഫിസം. അതിനകത്ത് മെയിൻ മെത്തേഡ് ഉണ്ട് ആനിമൽ എ ഈക്വൽ ടു ന്യൂ ഡോഗ്. അതായത് ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എ ഡോട്ട് ഈറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മെത്തേഡ് കോൾ ചെയ്തു. ഇവിടെ ആനിമൽ എ ഈക്വൽ ടു ന്യൂ ഡോഗ് എന്ന് പറയാൻ കാരണം ഇവിടെ പോളിമോർഫിസം അലൗഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടുക, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക ഈറ്റിംഗ് ബ്രെഡ് എന്നാണ്. അതായത് ഇവിടെ നടക്കുന്നത് മെത്തേഡ് ഓവർ റൈഡിങ് ആണ്. രണ്ട് മെത്തേഡ് ഉണ്ടെങ്കിലും അതിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജൂനിയർ അതായത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മെത്തേഡാണ് എക്സിക്യൂട്ട് ആയത്. അതായത് മെത്തേഡ് ഓവർ റൈഡിങ്ങിലൂടെ പോളിമോർഫിസം പോസിബിൾ ആണ് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ ഷേപ്സിൻ്റെ ആണ്. പബ്ലിക് ക്ലാസ് ഷേപ്പ് പബ്ലിക് വിർച്വൽ വോയിഡ് ഡ്രോ. അതിനകത്ത് ഡ്രോയിങ് എന്നാണ് പ്രിൻ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഷേപ്പിൻ്റെ ഒരു സബ് വന്നിട്ടുണ്ട്. ഡിറൈവ്ഡ് ക്ലാസ് റെക്റ്റാങ്കിൾ. അതിനകത്തും ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഓവർ റൈഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡ്രോയിങ് റെക്റ്റാങ്കിൾ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അടുത്ത എന്താണ് സർക്കിൾ എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ക്ലാസ്. അതിനകത്ത് ഡ്രോയിങ് സർക്കിൾ എന്നാണ് പ്രിൻ്റ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ പുതിയ ക്ലാസ് ഉണ്ടാക്കി ടെസ്റ്റ് പോളിമോർഫിസം മെയിൻ മെത്തേഡ് കൊടുത്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഷേപ്പ് എസ് ഈക്വൽ ടു ന്യൂ ഷേപ്പ് എസ് ഡോട്ട് ഡ്രോ. എസ് ഈക്വൽ ടു ന്യൂ റെക്റ്റാങ്കിൾ എസ് ഡോട്ട് ഡ്രോ. എസ് ഈക്വൽ ടു ന്യൂ സർക്കിൾ എസ് ഡോട്ട് ഡ്രോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് ഡ്രോയിങ് റെക്റ്റാങ്കിൾ ഡ്രോയിങ് സർക്കിൾ എന്ന് തോന്നുന്നു. അതായത് ഓവർ റൈഡ് ചെയ്തിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് കോൾ ചെയ്തുകൊണ്ട് എല്ലാം എക്സിക്യൂട്ടായി വന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് പോളിമോർഫിസത്തെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോളിമോർഫിസം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. പോളി പ്ലസ് മോർഫ്സ് എന്നാണിത്. അതായത് മെനി ഫോംസ്, ഒരുപാട് ഫോംസ് നമുക്ക് ഒറ്റ മെത്തേഡിൻ്റെ തന്നെ പല ഫോംസ് നമ്മളുടെ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അവൈലബിൾ ആക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അത് മെത്തേഡ് ഓവർ റൈഡിങ്ങിലൂടെയും മെത്തേഡ് ഓവർലോഡിങ്ങിലൂടെയൊക്കെ പോസിബിൾ ആണെന്ന് നമ്മളിവിടെ തിയറി മനസ്സിലാക്കി എക്സാമ്പിളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.